അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ മക്കളൊക്കെ പരീക്ഷ എഴുതുന്നൊരു സമയമാണിപ്പോ അല്ലെ. അല്ലാഹു തആല നമ്മുടെ മക്കൾക്കെല്ലാം നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും അധികരിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാ പരീക്ഷകളിലും അല്ലാഹു തആല പാസ്സാക്കി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ സമയത്ത് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ രക്ഷിതാക്കളോടും ചില കാര്യങ്ങൾ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് ഓർമ്മശക്തി ഉണ്ടാവാൻ, അതുപോലെ പഠിച്ചതനുസരിച്ച് പരീക്ഷയിൽ എഴുതാൻ ചില കാര്യങ്ങൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ഒരു 10 കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് കണ്ടാൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ട ഒരു 10 കാര്യം. അതിൽ ഒന്നാമത്തത്, പരീക്ഷയുടെ തലേ ദിവസം നന്നായി ഉറങ്ങണം. നേരത്തെ ഉറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കണം. അല്ലാതെ നാളെ പരീക്ഷയാണ് എന്ന് കരുതിയിട്ട് ഉറക്കമൊഴിഞ്ഞ് പഠിക്കരുത്. അത് വലിയ അബദ്ധമാണ്, ഒരിക്കലും ചെയ്യരുത്. നല്ല പോലെ ഉറങ്ങുക. ഉറക്കമൊഴിഞ്ഞ് പഠിക്കുമ്പോൾ ആ പഠിക്കുന്നത് നല്ല രീതിയിൽ ബുദ്ധിയിൽ കയറണമെന്നില്ല. കാരണം അവിടെ ബുദ്ധി ആഗ്രഹിക്കുന്നത് ഉറക്കമാണ്. അതൊഴിച്ച് പഠിക്കുമ്പോൾ ആ പഠിക്കുന്നത് നല്ല രീതിയിൽ ബുദ്ധിയിൽ കയറൂല. അതുപോലെ തന്നെ മുമ്പ് നമ്മൾ പഠിച്ചതും പരീക്ഷ ഹാളിലേക്ക് എത്തുമ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്നത് അത് നല്ലതാണ്. അതുപോലെ രണ്ടാമത്തത്, പരീക്ഷ തുടങ്ങുന്നതിന്റെ അരമണിക്കൂർ മുമ്പെങ്കിലും പരീക്ഷ ഹാളിൽ എത്തിയിരിക്കണം. അല്ലാതെ പരീക്ഷ തുടങ്ങുന്ന സമയത്തേക്ക് ഓടിക്കിതച്ചു വന്ന് പരീക്ഷ ഹാളിൽ കയറുന്ന ആ ഒരു പ്രവണത ഉണ്ടാവാൻ പാടില്ല. അതുപോലെ മൂന്നാമത്തത്, പരീക്ഷയുടെ 1 മണിക്കൂർ മുമ്പെങ്കിലും പഠനം പൂർണ്ണമായും നിർത്തിയിരിക്കണം. പഠനം പൂർണ്ണമായും നിർത്തിയിരിക്കണം എന്ന് മാത്രമല്ല, അവരവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ ഏർപ്പെടുക. അത് ചില ആളുകൾക്ക് പാട്ടുപാടലാകാം, ചില ആളുകൾക്ക് പരസ്പരം സംസാരിക്കലാകാം. എന്തായാലും അവരവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ഏർപ്പെടുക. അതും നല്ലതാണ്. നാലാമത്തത്, പരീക്ഷ കഴിഞ്ഞ അന്നത്തെ വിഷയം അന്ന് ചർച്ച ചെയ്യാൻ പാടില്ല. ഉദാഹരണത്തിന്, ഇന്ന് ഇംഗ്ലീഷ് പരീക്ഷയായിരുന്നെങ്കിൽ ആ പരീക്ഷ കഴിയലോടുകൂടി അത് അവിടെ കഴിഞ്ഞു. ഇനി നാളേക്കുള്ള പരീക്ഷയ്ക്ക് നമ്മൾ തയ്യാറെടുക്കുക. ഇന്ന് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്നൊരു വിഷയമാണിത്. അതുപോലെ തന്നെ ചില അധ്യാപകരിലും നമ്മൾ കാണാറുണ്ട്. ചില അധ്യാപകർ എന്നാണ് പറഞ്ഞത്, എല്ലാ അധ്യാപകരെയും ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് അന്ന് പരീക്ഷ കഴിഞ്ഞ വിഷയത്തെക്കുറിച്ച് കുട്ടികളെയൊക്കെ വിളിച്ചിട്ട് ചില അധ്യാപകര് അല്ലെങ്കിൽ കുട്ടികൾ തന്നെ പരസ്പരം അവർ ചോദിക്കും, ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്തായിരുന്നു, അല്ലെങ്കിൽ ഈ ചേരുംപടി ചേർക്കേണ്ടത് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഈ പൂരിപ്പിക്കേണ്ടത് എന്തായിരുന്നു. ഇങ്ങനെ പരസ്പരം ചോദിക്കുമ്പോൾ അതിൽ ചിലപ്പോ ഉത്തരം തെറ്റിപ്പോയ കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഉത്തരം വിട്ടുപോയ കുട്ടികൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർക്ക് സംശയമുള്ളതുണ്ടാകും. ഇങ്ങനെ ആകുമ്പോൾ അവരുടെ ആ സംശയം അത് അങ്ങനെ തന്നെ അവരുടെ ബുദ്ധിയിൽ അങ്ങനെ നിൽക്കും. അത് അടുത്തു വരുന്ന പരീക്ഷയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് കഴിഞ്ഞ പരീക്ഷയുടെ ചോദ്യപേപ്പർ ഒരിക്കലും വിശകലനം ചെയ്യാൻ പാടില്ല. അതുപോലെ അഞ്ചാമത്തത്, രക്ഷിതാക്കളും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതായത് പരീക്ഷ മുഴുവനായും കഴിയുന്നതുവരെ പരീക്ഷ പേപ്പർ വീട്ടിൽ വിശകലനം ചെയ്യാൻ പാടില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തോട് യോജിച്ചൊരു വിഷയമാണ്. അതായത് കുട്ടികൾ ഓരോ ദിവസവും പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ രക്ഷിതാക്കൾ പരീക്ഷ പേപ്പർ എടുത്തിട്ട് നീ ഇതിന്റെ ഉത്തരം എന്താണ് എഴുതിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കുട്ടികൾ പരീക്ഷയ്ക്ക് നേരെ ഉത്തരം എഴുതിയിട്ടുണ്ടാവും, ശരിയായ ഉത്തരം എഴുതിയിട്ടുണ്ടാകും. പക്ഷെ ഇവിടെ പറയുമ്പോൾ ചിലപ്പോൾ ഉത്തരം തെറ്റിപ്പോയേക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം വന്നേക്കാം. അപ്പോ രക്ഷിതാക്കൾ വളരെ ഷൗട്ട് ചെയ്യുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ വളരെ ചൂടാകുന്ന ഒരവസ്ഥ. ഞാൻ ഇന്നലെ അത്രത്തോളം പറഞ്ഞു തന്നതല്ലേ, ഞാൻ ഇതേ വിഷയമല്ല ഇന്നലെ പഠിപ്പിച്ചു തന്നത്, ഞാൻ ഇന്നലെ പഠിപ്പിച്ചു തന്നതിന് എന്താണ് ഒരു ഗുണം, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് ആ കുട്ടികളെ ബുദ്ധിമുട്ടിക്കുന്ന, അവർക്ക് മനസ്സിനൊരു പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ പല രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാവാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ചോദിച്ചിട്ട് ഒരു ഉപകാരമില്ല. പേപ്പറുകളൊക്കെ സ്കൂളിൽ കൊടുത്തിട്ടാണ് കുട്ടികൾ വന്നത്, ഇനി അതിനെക്കുറിച്ച് ഒന്നും ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് മൈൻഡ് ഫ്രീ ആക്കിയിട്ട് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കാനുള്ള പ്രോത്സാഹനം കൊടുക്കുക. അല്ലെങ്കിൽ ഇന്ന് ചോദിച്ച അതേ വിഷമം കുട്ടികളുടെ മനസ്സിൽ അതുപോലെ തന്നെ ഉണ്ടാകും. അത് അടുത്ത പരീക്ഷയ്ക്ക് വല്ലാണ്ട് ബാധിക്കും. അതുപോലെ ആറാമത്തത്,
പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടികളുടെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുക. അതായത് കുടിക്കാൻ ആവശ്യമായ വെള്ളം കൊടുക്കുക. എന്തിനാണത്? അവർ പരീക്ഷ എഴുതുമ്പോൾ അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ചൂടെടുക്കുന്നുണ്ടാവും. ആ സമയത്ത് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ നടക്കാൻ വേണ്ടി, രക്തയോട്ടം നല്ലപോലെ സുഗമമായി നടക്കാൻ വേണ്ടി വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഏഴാമത്തത്, പരീക്ഷയെ ഒരിക്കലും പേടിക്കരുത്. ഒരു പേടി ഉണ്ടാവാൻ പാടില്ല. നാളെ പരീക്ഷയാണ്, എന്തായിരിക്കും ചോദ്യം വരിക, ഞാൻ പഠിച്ചു തന്നെ ആയിരിക്കും വരിക, ഇങ്ങനെ ഒരു പേടി ഉണ്ടാവാൻ പാടില്ല. നമ്മൾ എപ്പോഴും കരുതേണ്ടത് എക്സാം ഈസ് മൈ ഫ്രണ്ട്. പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സുഹൃത്താണ്. നമ്മുടെ സുഹൃത്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്, നമുക്കൊരു ഉത്സാഹമാണ്. അതുപോലെ നമ്മൾ പരീക്ഷയെ കാണണം. ഒരു ഉത്സാഹത്തോടു കൂടി പോയി നമ്മൾ പരീക്ഷ എഴുതണം. അതുപോലെ എട്ടാമത്തത്, പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കണം. നല്ല എഴുത്ത് പിടിക്കുന്ന പേന, അതുപോലെ പെൻസില്, റബ്ബർ, ഇൻസ്ട്രുമെന്റ് ബോക്സ്, അങ്ങനെ പരീക്ഷയ്ക്ക് ആവശ്യമായ എല്ലാ ഉപകരണങ്ങളും തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കണം. അല്ലാതെ പരീക്ഷയ്ക്ക് പോകാനാകുമ്പോ അവിടെ തപ്പുക, ഇവിടെ തപ്പുക, പേനയില്ല, പെൻസിലില്ല, പീടിയിലേക്ക് ഓടുക, ഇങ്ങനെ അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി ഒമ്പതാമത്തത്, കുട്ടികളും രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. അതായത് കുട്ടികൾക്ക് നല്ല ആത്മധൈര്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കള് നല്ല വാക്ക് പറഞ്ഞുകൊണ്ട്, ദുആ ചെയ്തുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് കുട്ടികളെ പരീക്ഷയ്ക്ക് അയക്കണം. അതായത് കുട്ടികളോട് നല്ല വാക്കിൽ പറയണം, നീ നല്ല പഠിച്ചതല്ലേ, നിനക്ക് നല്ലപോലെ എഴുതാൻ പറ്റും, നീ പരീക്ഷയിൽ വിജയിക്കും, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ പടച്ചോൻ നിനക്ക് നല്ല ബുദ്ധി തരട്ടെ, നല്ല ഓർമ്മശക്തി തരട്ടെ, പരീക്ഷയ്ക്ക് എത്തുമ്പോൾ നല്ലപോലെ എഴുതാനുള്ള കഴിവ് തരട്ടെ, ഇങ്ങനെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ട് കുട്ടികളെ പറഞ്ഞേക്കണം. അത് കുട്ടികൾക്ക് പോസിറ്റീവ് എനർജി കൊടുക്കും. അതായത് പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ആ രക്ഷിതാക്കൾ പറഞ്ഞ വാക്കുകൾ അത് അവർക്ക് പോസിറ്റീവ് എനർജി കൊടുക്കുകയും അവർ പഠിച്ചത് നല്ലപോലെ എഴുതാനും അവർക്ക് സാധിക്കും. ഇനി പത്താമത്തത്, ചെറിയ ഒരു സൂറത്ത് ഓതാനാണ്. ഏത് സൂറത്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ആ സൂറത്ത് ഓതുമ്പോൾ വിദ്യാർത്ഥികൾ അവരുടെ വലത് കൈ, ഇത് എന്റെ വലത് കൈയാണ്, അങ്ങനെ വിദ്യാർത്ഥികൾ അവരുടെ വലത് കൈ എടുത്തിട്ട് ഇടത് നെഞ്ചിന്റെ മേൽ വെക്കുക. എന്നിട്ട് പരിശുദ്ധ ഖുർആനിലെ അലം നശ്റഹ് ലക സ്വദറക് എന്ന് പറയുന്ന ചെറിയ സൂറത്തില്ലേ, അത് 3 പ്രാവശ്യം ഓതിയിട്ട് ഈ നെഞ്ചിന്റെ മേൽ ഊതുക. കൂടാതെ ഒരു കാര്യവും കൂടെ 3 പ്രാവശ്യം ഓതിയിട്ട് ഊതണം. അത് ഞാനിവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിക്കോളി. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ അംരി ബിഹഖി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ അംരി ബിഹഖി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ അംരി ബിഹഖി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് ഇതേപോലെ നെഞ്ചിലേക്ക് ഊതുക. എന്നിട്ട് ധൈര്യമായിട്ട് പരീക്ഷയ്ക്ക് പോവുക. ഒരു പേടിയും പേടിക്കണ്ട. ഇൻഷാ അള്ളാഹ് നമുക്ക് എല്ലാം നല്ല പോലെ എഴുതിയിട്ട് പരീക്ഷയിൽ പാസ്സാവാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ എല്ലാ പരീക്ഷകളിലും നല്ല മാർക്കോടുകൂടി വിജയിപ്പിക്കുമാറാവട്ടെ. നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും അധികരിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കി തരുമാറാവട്ടെ. നമ്മൾ മരണപ്പെട്ടു പോയാൽ നമുക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന, നമുക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്ത് ഹദിയ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കളാക്കി തരുമാറാവട്ടെ. തലതിരിഞ്ഞ മക്കളാക്കാതിരിക്കട്ടെ. മാതാപിതാക്കളെ തള്ളിപ്പറയുന്ന വല്ല മയക്കുമരുന്നിന്റെയും കഞ്ചാബിന്റെയും അടിമകളായി തലതിരിഞ്ഞു പോകുന്ന മക്കളാക്കാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.